ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ സൂവിൻ്റെ വിശേഷങ്ങളാണ്. ഞങ്ങൾ തൃശ്ശൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ സൂ കണ്ടു. അപ്പോൾ ഒന്ന് സൂവിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇത്ര നാളായിട്ട് നമ്മൾ സൂവിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ സൂവിൽ ചെന്നപ്പോൾ 30 രൂപയാണ് സൂവിൻ്റെ ടിക്കറ്റ്. സൂവിനകത്ത് മ്യൂസിയം കൂടിയുണ്ട്. അതിനൂടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 50 രൂപയാണ് മ്യൂസിയത്തിനും കൂടി ഉള്ള ചേർന്നുള്ള ടിക്കറ്റ്. നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം എത്തിയത് കാരണം നമുക്ക് മ്യൂസിയത്തിൽ കയറാൻ പറ്റിയില്ല. നമുക്ക് മ്യൂസിയത്തിലും കൂടി കയറണമെങ്കിൽ കുറച്ച് നേരത്തെ ചെല്ലണം. ശരിക്കും ഇതിനൊക്കെ തുറന്നു വിടണം. എന്തിനിങ്ങനെ കുട്ടിലടച്ചിട്ടിരിക്കുന്നു? മെയിൻ സാധനങ്ങൾ അറിയോ? അമ്മയുടെ വീട് തൃശ്ശൂർ വീടിന്റെ അപ്പുറത്തെങ്ങാണ്ടാ. എന്നിട്ട് 8ാം ക്ലാസ്സിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. കരിങ്കുത്ത് കന്യാസ്ത്രീക്കുത്ത്. അവിടെ പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. സൂ എനിക്ക് തോന്നുന്നു വേറൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ വന്നപ്പോഴുള്ള സാധനം ഓക്കെ വയസ്സനാ. ഇവിടെ നിൽക്കും. മുള്ളമ്പന്ന് വരുന്നത് വയസ്സായി. ഇത് വേറെ എന്തോ എന്തോ തിന്നണത് ഇങ്ങനെ കാണിച്ചിട്ട്. അതൊന്നും തിന്നുന്നില്ല, എൻ്റെ ആക്ഷനാ. ദേ വരുന്നുണ്ട് പുറകെ. ഇതിന്റെ പേര് ഓസ്ട്രിച്ച്. ഒട്ടപ്പശി. ഓടിച്ചിട്ട് കൊത്തും നമ്മളെ. നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പണിയാവൂലേ? ഏയ്, ഇതങ്ങനത്തെ സാധനമല്ലല്ലോ. എമു ആണ്. പിന്നെ യമുനെ കണ്ട് പരിശീലിച്ച് നടക്കുവായിരുന്നല്ലേ. താൻ എലിയാസ് താൻ ഹിപ്പോ താൻ താൻ. ഇതിനെ കാണാൻ ഞാൻ കൂടെ വന്നത് തന്നെ. എന്ന് ഇയാളെ കണ്ടിട്ടൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതിനെ കാണാൻ. അതെ ഒന്ന് എഴുന്നേറ്റൂടെ ഇവന്? പേര് വിളിക്കുന്നത് പൊപ്പി. പൊപ്പി രശ്മിതന്റെ പേര്. ശ്വസിക്കുന്ന കേട്ടോ. അത് മലൊന്നാ കിടന്നായിരുന്നു. കാല് പൊന്തിച്ച് കിടന്നു നോക്കി മുതുക് തണുപ്പിച്ചിട്ട്. വെജിറ്റേറിയനാ. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട് സൂപ്പറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര വലിയ ഹെവി സാധനം. ഇനി നമുക്ക് ഇവിടെ എവിടെയോ ഗർജനം കേൾക്കുന്നുണ്ട്. നോക്കട്ടെ. കുറേ പക്ഷികളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് പക്ഷികളെ നമുക്ക് കാണുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പിന്നെ
പെലിക്കനെന്ന് വലിയ വലിയ ആളായിട്ടാണ് ഇതിൻ്റെ പേരൊക്കെ പറയണേ. എല്ലാം ആ ബോർഡ് നോക്കിയിട്ടാണ് പറയണേ. എന്ത് കഷ്ടമാണല്ലേ. ഇത് പെലിക്കനാണ്, താൻ വേണമെങ്കിൽ എടുത്തോളാം വീഡിയോ. എന്ത് മിഥുനോ? മിഥുന അതിന് ഇവിടെ അല്ലേ? അപ്പൊ മിഥുൻ്റെ കൂടെ നിൽക്കുന്ന ആരാ? ഈ ബോർഡ് നോക്കിയിട്ടാണ് ഈ വായിക്കണേ, അതൊന്നും അറിഞ്ഞിട്ടല്ല. ഒരു വേറെ വെറൈറ്റി. അയ്യോ ശരിയാണ്. തിരിഞ്ഞ് ടുട്ടു 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 ഉറങ്ങിയ മോളെ. അവിടെ തിന്നിട്ടിട്ടിരിക്കണുണ്ടോ? അത് കരളായിട്ടേക്കണം. ഓ രാജേട്ടാ, ശരി. എൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ഇറങ്ങി. എന്താ ഓക്കെ ഓക്കെ മതി മതി. ആ വാ. പുലി പതുങ്ങുന്നത്. എന്താ എന്തോ Hi, Creative. Hi, how are you? ഇത് കൂടിനകത്തിടാത്ത സാധനം. എലിയാണോ എന്റെ അകത്തിരിക്കണം? ആ ഫുഡ് കഴിക്കണം? ആ ശരിടാ. ഇവര് റൂം ഷെയറിങ്ങാ. അടപ്പൊന്നും എടുത്തോ എൻ്റെ അടുത്തേക്ക്. മുതല ചത്തി കിടക്കാൻ തോന്നുന്നു. ഇതിനെന്തോ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. കൊഴിച്ചോണ്ടിരിക്കുന്ന തോന്നുന്നു സാധനമായിരിക്കും. കൂടുതലും മൂർഖനാ. എല്ലാരും ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കൂട്ടത്തിൻ്റെ മാങ്ങ നെല്ലിക്ക എല്ലാം വാങ്ങിച്ചു വെച്ച കയ്യിൽ. അങ്ങനെ തൃശ്ശൂർ സൂവിൻ്റെ വിശേഷങ്ങൾ അവസാനിച്ച് നമ്മളിതെല്ലാം വാങ്ങി കഴിക്കുകയും ചെയ്തു. അതിനുശേഷം വീട്ടിൽ പോരുന്നു. ബായ്. ഇനി അടുത്തൊരു വീഡിയോയായി കാണുന്നത് വരെ ബായ്.